തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിനും, നിൻ ജീവനൻ പേർക്കായി തന്നതിനാ. നീ എൻ്റെ സർവവും എല്ലാറ്റിനും, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 16-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. നമ്മളൊക്കെ ഒരു വ്യക്തിയുമായിട്ടായിക്കോട്ടെ, ഒരു ബന്ധം പലപ്പോഴും ദൃഢമാകുന്നത് സ്നേഹത്തിലൂടെയാണ്. അത് മാനുഷിക ബന്ധങ്ങൾ, പരസ്പരമുള്ള ബന്ധങ്ങൾ, പരസ്പരം അതും സ്നേഹത്തിലാണ് ദൃഢമായിത്തീരുന്നത്. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ബന്ധം. മനുഷ്യർ പരസ്പരം സ്നേഹിക്കണമെങ്കിൽ, ആ ബന്ധം ദൃഢമാകണമെങ്കിൽ ഇതിൻ്റെ നടുത്ത് ഒരു ദൈവസ്നേഹം നമ്മളിൽ വന്ന് വസിക്കണം. കാര്യം ദൈവമാണ് സ്നേഹം. ദൈവം നമ്മളിൽ വരുന്ന സമയങ്ങളിൽ, ദൈവം നമ്മോട് കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സ്നേഹമുള്ളവരായിത്തീരുന്നത്. അതുകൊണ്ട് ഈ വചനം പറയാണ്, സ്നേഹത്തിലാണോ നമ്മൾ വസിക്കുന്നത്, അവർ ദൈവത്തിലാണ് വസിക്കുന്നത്, ദൈവം അവരിൽ വസിക്കുന്നു. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനാണ്. എന്നാൽ പിശാചിൻ്റെ തന്ത്രം എന്താണെന്ന് നാം തിരിച്ചറിയണം. എപ്പോഴും സ്നേഹം നഷ്ടപ്പെടുത്തുന്നതാണ്, ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് പിശാചിൻ്റെ പദ്ധതി. കാരണം എന്താ? സ്നേഹമില്ലാത്തടത്ത് ദൈവമില്ല, ദൈവം ആ വ്യക്തികളിൽ വസിക്കുന്നില്ല. അപ്പം നിങ്ങൾ മറന്നു പോകുക തന്നെ. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലായിക്കോട്ടെ, സ്നേഹം, അവിടെ വചനം പറയുന്ന സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കണം. സ്നേഹമാണ് എപ്പോഴും നഷ്ടപ്പെടുത്തി കളയാൻ പിശാചി ശ്രമിക്കുന്നത്. നമ്മളിലുള്ള കൃപാവരങ്ങൾ അതൊക്കെ നിന്നുപോകും. ബൈബിളിൽ പറയുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം, മൂന്നും വലുതാണ്. പക്ഷേ ഇവ വലിയ കാര്യം സ്നേഹമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് സ്നേഹമാണ്. ആ സ്നേഹം നമ്മളിൽ, ഇത് നമ്മുടെ സ്വഭാവമല്ല. മനുഷ്യ സ്നേഹമുണ്ട്, ദൈവസ്നേഹമുണ്ട്. ഈ ഭാഗത്ത് അതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. മനുഷ്യൻ്റെ സ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വന്ന് വസിക്കുമ്പോഴേ മനുഷ്യർ നന്നാവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം അതൊരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ്, ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഗൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്നേഹമുള്ളവരായിത്തീരും. ഞാൻ വലിയ സ്നേഹമുള്ള ഒരു വ്യക്തിയായി ജീവിക്കുമെന്ന് തീരുമാനിച്ചാൽ നമ്മളെയും കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ആ വചനം പറയുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമുക്കത് കഴിയത്തില്ല, കഴിയാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരു വ്യക്തി നമ്മളിൽ വന്ന്
ആ വ്യക്തിയുടെ സ്വഭാവം നമ്മളിലേക്ക് വരികയാണ്. അത് ആ ദൈവം സ്നേഹമാണ്. ആ ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്നേഹമുള്ളവരായി മാറുകയാണ്. ഈ 4-ാം അധ്യായം അതിൻ്റെ 7 വാക്യങ്ങൾ അതാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തെക്കുറിച്ചും മനുഷ്യ സ്നേഹത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ദൈവം നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ ദൈവ മക്കളാണെന്ന് തിരിച്ചറിയുന്നത്. ഇവിടെ പറയണം, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മൾ സ്നേഹിക്കുന്നു നമ്മളിൽ സ്നേഹമില്ല. മനുഷ്യന് സത്യം പറഞ്ഞാൽ സ്വാർത്ഥതയും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു ജീവിതം. അതിനകത്തോട്ട് ഒരു വ്യക്തി വരുമ്പോഴാണ് നമ്മൾ സ്നേഹമുള്ളവർ. അത് കാരണം ദൈവം ആ സ്നേഹം. അതാണ് ഭാഗം പറയുന്നത്. സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് പറയാം, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ ദൈവം പിതാവായി മാറുകയാണ്. അപ്പൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരികയാണ്. പിതാവെന്ന് പറഞ്ഞാൽ സ്വഭാവം കൈമാറുന്ന വ്യക്തിയിൽ നിന്ന് ആ ദൈവത്തിൽ നിന്നുള്ള ആ സ്വഭാവം നമ്മളിലേക്ക് വരുവാണ്. നമ്മൾ പറയുമല്ലോ പാരമ്പര്യം. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ ചോദിക്കും, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഈ രോഗം ഉണ്ടായിരുന്നു. പാരമ്പര്യം ഹെറിഡിറ്ററി ആയിട്ട് വരുന്നു. അതുപോലെ ദൈവത്തിൽ നിന്നൊരു ഹെറിഡിറ്ററി നമ്മളിലേക്ക് വരികയാണ്, പാരമ്പര്യം നമ്മളിലേക്ക് വരികയാണ്. അതെന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവമാണ്. പിതാവിൽ നിന്ന് മക്കളിലേക്ക് കൈമാറുന്ന സ്വഭാവമാണെങ്കിൽ പിതാവാം ദൈവത്തിൽ നിന്ന് നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നതും സ്നേഹമെന്ന സ്വഭാവമാണ്. ഇവിടെ പറയാണ്, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാം, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാര്യം എന്നാ? ദൈവം സ്നേഹം തന്നെയാണ്. ദൈവമാണ് സ്നേഹം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമായി. അപ്പം സ്നേഹം മറച്ചു വെക്കാനുള്ളത് പ്രകടമാക്കാനുള്ളതാണ്. ദൈവം ആ സ്നേഹം പ്രകടമാക്കി. എന്നിട്ട് പറയാം, ദൈവത്തെ നാം സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ച് തന്നെ സാക്ഷാ സ്നേഹമാണ്. എന്നിട്ട് പറയാം, നമ്മൾ വേറൊരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവിടെ സ്നേഹം പ്രകടമാകുകയാണ്. അതുകൊണ്ടാണ് ഈ പിറന്നാളിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കും, സമ്മാനങ്ങൾ കൊടുക്കും. അതെന്താ? സ്നേഹം ഉണ്ടെന്നുള്ളത് അത് പ്രകടമാക്കുകയാണ്, ഉള്ളിലിരിക്കുകയല്ല, അത് നമ്മൾ പ്രകടമാക്കുകയാണ്. എന്നിട്ട് പ്രിയമുള്ളവരെ, ദൈവം ഇങ്ങനെ നമ്മെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടത്. ഇതൊരു വ്യവസ്ഥയാണ്, അന്യോന്യം സ്നേഹിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളിലുണ്ട്. എന്നിട്ട് പറയാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. നാം അവനിലും അവൻ നമ്മളിലും വസിക്കുന്നുവെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. എന്നിട്ട് പറയാം, പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രനെ സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. യേശുക്രിസ്തു ദൈവപുത്രനെ വിശ്വസിക്കുമ്പോഴേ കണക്ഷനിലോട്ട് വരികയാണ്. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കുമ്പോൾ അത് നമ്മൾ ദൈവമക്കളായി മാറുകയാണ്, ആ കണക്ഷനിൽ വരികയാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് അതാണ്. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെയാണ്. എന്നിട്ട് പറയാണ്, ആ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിൽ വസിക്കുന്നു. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഇന്ന് വസിക്കാൻ, ദൈവസ്നേഹം ഞങ്ങൾക്ക് ദൈവസ്നേഹത്തോടുകൂടെ മറ്റുള്ളവരോട് പെരുമാറാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിൻ യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ.